ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കൽക്കരിപ്പാടം കേസുമായി ബന്ധിപ്പിച്ച് പ്രധാനമന്ത്രിക്കെതിരെ തന്നെ കേസ് വന്നിരിക്കുന്നു. ഇനി അദ്ദേഹം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കോടതി കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ മൻമോഹൻ സിംഗ് കൂടി വന്നിരിക്കുന്നു. ക്രിമിനൽ കേസിലെ പ്രതിയായി CBI ആദ്യം പറഞ്ഞത് പ്രധാനമന്ത്രി എല്ലാ ഫയലുകളും കാണണമെന്നില്ല, അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനെ കേസിലെ പ്രതിയാക്കാനാവില്ല. എന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കല്ല, മറിച്ച് കൽക്കരി മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ കേസ് വരും. അന്ന് ആ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് കോടതി പറഞ്ഞപ്പോൾ CBIയും നിലപാട് മാറ്റി. ശരിക്കും പറഞ്ഞാൽ സർക്കാർ മാറുമ്പോൾ CBI അതിൻ്റെ നിലപാട് മാറ്റും. കോൺഗ്രസിൽ നിന്ന് NDAയിലേക്ക് സർക്കാർ മാറിയപ്പോൾ, മോദിയിലേക്ക് സർക്കാർ മാറിയപ്പോൾ CBI അതിൻ്റെ നിലപാട് മാറ്റി. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനെതിരെ കേസെടുക്കുകയുണ്ടായി. ആ കേസിൻ്റെ അവസ്ഥയിൽ ആ കേസ് എടുത്തതിനെതിരെ അദ്ദേഹം ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. അതാണ് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. കോടതി മുറികളിൽ നിന്ന് കോടതി മുറികളിലേക്കുള്ള മൻമോഹൻ സിംഗിൻ്റെ, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു. കാണുക, കൽക്കരിപ്പാടം മൻമോഹൻ സിംഗ് സുപ്രീം കോടതിയിൽ. സിറാജ് എന്ന പത്രം അത് ഒന്നാം പേജിലെ ആദ്യ സചിത്ര വാർത്തയാക്കിയിരിക്കുന്നു. കൽക്കരിപ്പാടം അനുവദിച്ച ചില ക്രമക്കേടുകൾ സംബന്ധിച്ച കേസിൽ തന്നെ പ്രതി ചേർത്ത് സമൻസ് അയച്ച വിചാരണ കോടതിയുടെ നടപടി ചോദ്യം ചെയ്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. സംയുക്ത സംരംഭമായ ഹിൻഡാൽകോവിന് ഒഡീഷയിലെ തലബീര 11 കൽക്കരിപ്പാടം അനുവദിച്ചത് ക്രമരഹിതമായിരുന്നു എന്നതാണ് കേസിന് ആധാരമായ സംഭവം. മൻമോഹൻ സിംഗ് കൽക്കരി വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന 2005 ഹിൻഡാൽകോവിന് കൽക്കരിപ്പാടം അനുവദിച്ചത്. മൻമോഹൻ സിംഗ്, ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാനായ കുമാരമംഗലം ബിർള, മുൻ കൽക്കരി വകുപ്പ് സെക്രട്ടറി PC പരേഖ് എന്നിവരടക്കം 6 പേരോടാണ് പ്രതികളെന്ന നിലയിൽ ഏപ്രിൽ 8 വിചാരണ കോടതിയിൽ ഹാജരാകാൻ ജഡ്ജി സമൻസ് അയച്ചത്. അതിനെതിരെയാണ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നത് മൻമോഹൻ സിംഗ്. അതാണ് സിറാജ് ഇന്ന് ഒന്നാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി, ഒന്നാം വാർത്തയായി നമുക്ക് തരുന്നത്, സചിത്ര വാർത്തയായി. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ആ കടുവാ സംരക്ഷണത്തിന് പുതിയ സർക്കാർ, കേന്ദ്ര സർക്കാർ മാർഗരേഖ വരുമ്പോൾ നാം പെട്ടെന്ന് അത്ഭുതപ്പെടും. ഇതെന്ത് സർക്കാരാണ്? ജനങ്ങളുടെ സർക്കാരാണോ അതോ കടുവയുടെ സർക്കാരാണോ? അതുകൊണ്ട് തന്നെ ദീപിക ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. കാരണം കൃഷിക്കാരാണ് കേരളത്തിലടക്കം ഇതുമായി ബന്ധിപ്പിച്ച് വലയാൻ പോകുന്നത്. കൃഷിക്കാരുടെ പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, എന്ന് സ്വയം അവകാശപ്പെടുന്ന നസ്രാണി ദീപിക ആ വാർത്ത ലീഡാക്കുമ്പോൾ അതിന് ആ ലീഡ് വാർത്തയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ശീർഷകവും കൗതുകകരമാണ്. കടുവ വന്നാൽ ജനം മാറണം, സർക്കാർ ജനങ്ങളുടേതല്ല കടുവയുടേതാണ് എന്ന നിലയ്ക്കാണ് ആ കാര്യത്തിൽ ദീപിക കൊടുത്തിരിക്കുന്ന കൗതുകകരമായ ശീർഷകം. കടുവ വന്നാൽ ജനം മാറണം, കടുവ സംരക്ഷണത്തിന് പുതിയ നടപടിക്രമം വരുന്നു. സ്വന്തം ലേഖകനത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. നാട്ടിലേക്ക് ഇറങ്ങുന്ന കടുവകൾക്ക് കാട്ടിലേക്ക് മടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി പുതിയ നടപടിക്രമം തയ്യാറാക്കി. ജനവാസ കേന്ദ്രങ്ങളിൽ കടുവ ഇറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളെ നേരിടാൻ നിരോധനാജ്ഞ വരെ പുറപ്പെടുവിക്കാം എന്ന് നടപടിക്രമത്തിൽ പറയുന്നു. കടുവ കൊന്നു ഭക്ഷിച്ചതിന് ശേഷം ബാക്കിയാകുന്ന വളർത്തുമൃഗങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാംസാവശിഷ്ടങ്ങൾ ഉടനെടുത്ത് മാറ്റരുത്. കടുവ ഭക്ഷിച്ച് ബാക്കി വെച്ചുപോയ അവശിഷ്ടങ്ങൾ നിരീക്ഷിക്കണം. കടുവയെ വിഷം കൊടുത്തു കൊല്ലാൻ നാട്ടുകാർ ശ്രമിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. 24 മണിക്കൂറിന് ശേഷവും കടുവ മടങ്ങി വന്നില്ലെങ്കിൽ അവശിഷ്ടങ്ങൾ നശിപ്പിച്ച് കളയാം. വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ട ഉടമയ്ക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് ജില്ലാ ഭരണകൂടവും കടുവ സങ്കേതവും കൂടിയാലോചിച്ച് പദ്ധതികൾ തയ്യാറാക്കണം. നാട്ടിലിറങ്ങിയ കടുവയെ നിരീക്ഷിക്കാൻ വനത്തിൽ ക്യാമറകൾ സ്ഥാപിക്കണം തുടങ്ങി എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുമ്പോൾ സർക്കാർ നരഭോജികളായ കടുവയുടെ ഭാഗത്താണ്, അല്ലാതെ കൃഷിക്കാരുടെ ഭാഗത്തല്ല എന്നാണ് ഈ വാർത്ത പറയാതെ നമ്മോട് പറയുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനം കേരള സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതേ ഇല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. VM സുധീരൻ ഇത് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ സമ്പൂർണ്ണ മദ്യനിരോധനം ലക്ഷ്യം വയ്ക്കാത്ത കേരളം മദ്യത്തിൻ്റെ ലഭ്യത കുറച്ച് ഉപയോഗം നിയന്ത്രിക്കുകയാണ് എന്നും കേരള സർക്കാർ പറയുന്നു. കേരള സർക്കാരിൻ്റെ നിലപാട് കപിൽ സിബിൽ എന്ന കോൺഗ്രസ് നേതാവ്
നല്ല വക്കീൽ ഇന്നലെ ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇതാണ് കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൻ്റെ മദ്യനയമെങ്കിൽ കോടതി പറയുന്നത് എന്താ? ഇതെന്ത് നയം? മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുകയല്ല, മദ്യം സുലഭമാക്കുകയാണ് പുതിയ നയമെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മംഗളം എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. സമ്പൂർണ്ണ മദ്യനിരോധനം ലക്ഷ്യമല്ല എന്ന് സർക്കാർ. മദ്യപാനത്തിൻ്റെ കാരണം അന്വേഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. മദ്യനയത്തിൽ കാലോചിതമായ മാറ്റം വരുത്തും. ബിയറും വൈനുമാകാമെങ്കിൽ മറ്റു മദ്യം വിൽക്കുന്നത് എന്തിന് എന്ന് ഹൈക്കോടതി. നയം മൂലം മദ്യം സുലഭമായി എന്ന് വിമർശനം. അപ്പീലുകളിൽ 31-ന് വിധി പ്രഖ്യാപിക്കും. വാർത്തയുടെ വിശദാംശങ്ങൾ മംഗളം തരുന്നു. അതിങ്ങനെ: സമ്പൂർണ്ണ മദ്യനിരോധനമല്ല, ലഭ്യത കുറിച്ച് മദ്യോപയോഗം നിയന്ത്രിക്കുകയാണ് നയം എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നയം സ്വേച്ഛാപരമോ ഉദ്ദേശലക്ഷ്യങ്ങളെ സാധൂകരിക്കാത്തതോ ആണെങ്കിലേ കോടതി ഇടപെടാവൂ. പുതിയ വസ്തുതകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മദ്യനയത്തിൽ കാലോചിത മാറ്റം വരുത്തുമെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നയരൂപീകരണം ഭരണകൂടത്തിൻ്റെ അവകാശമാണ് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലും ആവശ്യപ്പെടുന്നവർക്കെല്ലാം വൈൻ ബിയർ പാർലർ നൽകും എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഒഴികെയുള്ളവയ്ക്ക് ബിയർ വൈൻ പാർലർ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആവശ്യപ്പെടുന്നവർക്കെല്ലാം ബിയർ വൈൻ പാർലർ ലൈസൻസ് നൽകും എന്ന് പറഞ്ഞാൽ മദ്യം എപ്പോഴും ലഭ്യമാക്കും. എവിടെയും ലഭ്യമാക്കുന്ന മദ്യം സുലഭമാക്കുന്നതാണ് പുതിയ നയം എന്ന കോടതിയുടെ നിരീക്ഷണം തെറ്റാണ് എന്ന് പറയാൻ ആകില്ല എന്നാണ് മംഗളത്തിൻ്റെ ഈ വാർത്ത നമ്മോട് പറയുന്നത്. എങ്കിലും ബാറുകൾ 31-ാം തീയതി പൂട്ടും എന്ന നിരീക്ഷണം മെട്രോ വാർത്ത ലീഡ് വാർത്തയിലൂടെ നമ്മോട് പറയുന്നു. ബാറുകൾ 31-ന് പൂട്ടും. മാർച്ച് 31-ന് ലൈസൻസ് കാലാവധി തീരുന്നതോടെ ഇപ്പോൾ തുറന്നിരിക്കുന്ന 3 സ്റ്റാർ ബാറുകളുടെ പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അപേക്ഷിച്ചാൽ അടച്ചുപൂട്ടുന്ന ബാറുകൾക്ക് ബിയർ വൈൻ ലൈസൻസ് നൽകുമെന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ ഇക്കഴിഞ്ഞ ജനുവരി 23-ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ബാർ ഉടമകൾക്ക് പ്രതീക്ഷ. സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ നിശ്ചിത വിമർശനമാണ് അന്ന് പരമോന്നത കോടതി നടത്തിയത്. സുപ്രീം കോടതിയുടെ ആ നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാറുകൾ യഥേഷ്ടം പ്രവർത്തിക്കും എന്ന് തന്നെയാണ് മെട്രോ വാർത്ത അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പോലീസ് കൊലയാളികൾക്കൊപ്പമാണ് എന്ന് DGPക്കെതിരെ വിജിലൻസ് കോടതി അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതി നിലപാടെടുത്തിരിക്കുന്നു. തേജസ് എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കൊലക്കേസ് പ്രതി നിസാമിനെ രക്ഷിക്കാൻ ശ്രമം, അതിൻ്റെ പേരിൽ DGPക്കെതിരെ അന്വേഷണം. ചന്ദ്രബോസ് കൊലക്കേസിൽ സംബന്ധിച്ച കാര്യങ്ങളാണ്. DGPക്കെതിരെ വിജിലൻസ് അന്വേഷണം അതുകൊണ്ടും തീർന്നില്ല. DGPക്ക് പുറമെ മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ജേക്കബ് ജോബ്, ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ K ജയചന്ദ്രൻപിള്ള, പേരമംഗലം CI PC ബിജുകുമാർ, CPOമാരായ A കൃഷ്ണകുമാർ, ബിനൻ, രാജൻ തോമസ്, പ്രീത് തുടങ്ങിയ ആൾക്കാർക്കെതിരെയും വിജിലൻസിൻ്റെ അന്വേഷണം വരാൻ പോകുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ തേജസ് തരുന്നത് ഇങ്ങനെയാണ്: ചന്ദ്രബോസ് കൊലക്കേസിലെ പ്രതി മുഹമ്മദ് നിസാമിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ DGP KS ബാലസുബ്രഹ്മണ്യൻ ഉൾപ്പെടെ 11 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. നിസാമിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി കേസ് അട്ടിമറിക്കാനും നിസാമിനെ രക്ഷപ്പെടുത്താനും ശ്രമിച്ചതായി ആരോപിച്ച് ബിജു കൊച്ചുപോൾ നൽകിയ പൊതു താൽപ്പര്യ ഹർജി പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ജഡ്ജി K ഹരിപാൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് എന്ന് പറയുമ്പോൾ എന്ത് കേസ് വന്നാലും അപ്പോൾ തന്നെ വിജിലൻസ് അന്വേഷണ സംഘത്തിനെതിരെ നീങ്ങുന്ന അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ നിൽക്കുന്നത്. അത്രത്തോളം ഈ കാര്യത്തിനകത്ത് ഈ കൈക്കൂലി എന്നത് ദേശസൽക്കരിച്ച ഒരു സർക്കാരായി കേരള സർക്കാർ മാറിയിരിക്കുന്നു. DGP പോലും രക്ഷപ്പെടുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ചൂടല്ല കൊടും ചൂടാണ് കേരളത്തിലെന്നാണ് സിറാജ് എന്ന പത്രത്തിൻ്റെ അവസാന പുറമിൽ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് വൈദ്യുതി ഉപഭോഗം ഇപ്പോൾ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്നു. എത്ര നാൾ ഇതിങ്ങനെ തുടരും? എപ്പോഴാണ് പെട്ടെന്ന് പൊടുന്നനെ ലോഡ് ഷെഡിങ് നമ്മുടെ പെടലിലേക്ക് വീഴാൻ പോകുന്നത്? കൊടും ചൂട്, വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക്.
ആ വാർത്തയുടെ വിശദാംശങ്ങൾ സിറാജ് തരുന്നത് കാണുക. വേനൽച്ചൂട് കടുത്തതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവ്വകാല റെക്കോർഡിലെത്തി. 70.41 ദശലക്ഷം യൂണിറ്റായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഉപഭോഗം. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 64 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപഭോഗം. കേരളത്തിൽ ആദ്യമായാണ് വൈദ്യുതി ഉപഭോഗം ഇത്ര ഉയർന്ന യൂണിറ്റിലെത്തുന്നത്. ചൂട് കനത്തതിനെ തുടർന്ന് ഫാൻ, AC അടക്കമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമായത് എന്ന് KSEB അധികൃതർ കണ്ടെത്തി. അതിഭയങ്കരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഏതായാലും കൊടും ചൂടിലാണ് കേരളം ഇപ്പോൾ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. KM മാണിയുമായി ബന്ധിപ്പിച്ച് ഇന്ന് വാർത്തകളുണ്ട് പത്രങ്ങളിൽ. വാർത്താവിഭവമായി മാണി വീണ്ടും തുടരുന്നു. ഇത്തവണ മാണിക്ക് അനുകൂലമായ വാർത്തയാണ് പത്രലോകം തരുന്നത് കാണുക. KM മാണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നാണ് 5 മാസം മുമ്പ് വരെ മാലോകർ വിചാരിച്ചിരുന്നത് എങ്കിൽ ബാർക്കോഴ കേസിൽ പ്രതിയായി കോടികൾ കൈപ്പറ്റിയ ആക്ഷേപം വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയ നിലവാരത്തിൽ വിലയിടിഞ്ഞുപോയി കേരള രാഷ്ട്രീയത്തിൽ. എന്നാൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് സഹായത്തിനെത്തുന്നു കാണുക. ചരക്ക് സേവന നികുതി എംപവർ കമ്മിറ്റി KM മാണിയെ അതിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാക്കി മാറ്റിയിരിക്കുന്നു. അതുവഴി അന്യഥാ വഴിമുട്ടിപ്പോയ KM മാണി എന്ന കേരളത്തിലെ രാഷ്ട്രീയ നേതാവിന് ഒരു അതിജീവനം വരുന്നുവോ? ഏതായാലും ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം 12-ാം പേജിൽ അവസാന പുറത്ത് വാർത്ത തരുന്നു. KM മാണി അധ്യക്ഷൻ. ചരക്ക് സേവന നികുതി സംവിധാനത്തിൻ്റെ സംസ്ഥാന മന്ത്രിമാരുടെ എംപവർ കമ്മിറ്റി അധ്യക്ഷനായി KM മാണിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. 2016 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുന്ന ചരക്ക് സേവന നികുതി സംവിധാനത്തിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച മേൽനോട്ടം വഹിക്കുകയാണ് സമിതിയുടെ ദൗത്യം. കേന്ദ്രം BJP ഭരിക്കുന്നതിനാൽ BJP ഇതര പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ധനമന്ത്രിയും മുതിർന്നയാളും വേണം അധ്യക്ഷനാകണമെന്ന വ്യവസ്ഥയാണ് മാണിക്ക് തുണയായത്. അങ്ങനെ വരുമ്പം മാണിക്ക് അത് നൽകിയതല്ല, മറിച്ച് ഔദാര്യമായി നൽകിയതല്ല. മാണിയുടെ പ്രായം, അതുമാതിരി തന്നെ BJP ഇതര സർക്കാരിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം, ഇതെല്ലാം പരിഗണിച്ചാണ് ഈ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ആരുടെയും സൗജന്യമല്ല, പ്രായം കൊണ്ട് മാത്രം ലഭിച്ച ഒരു സൗജന്യമാണ് അത്. ഈ വാർത്ത വ്യത്യസ്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡെക്കാൻ ക്രോണിക്കിൾ എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. മാണി ടു ചെയർ GST എംപവേർഡ് കമ്മിറ്റി ഓഫ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ്. ആ വാർത്ത മാണി തരുമ്പോൾ മാണിയുടെ ആ ചിത്രം കാണുക. ഒളികണ്ണിട്ട് നോക്കുന്ന കൗശലക്കാരനായ മാണിയുടെ ഒരു ചിത്രമാണ് ഡെക്കാൻ ക്രോണിക്കിൾ തന്നിരിക്കുന്നത്. അതാണ് മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഡെക്കാൻ ക്രോണിക്കിൾ ഒരു ചിത്രത്തിലൂടെ കൃത്യമായി പറയുന്നു. രക്ഷപ്പെടുന്നു മാണി കൗശലത്തിലൂടെ എന്നാണ് ഡെക്കാൻ ക്രോണിക്കിൾ ഇതിന് അർത്ഥമാക്കുന്നത്. ഇനി മറ്റൊന്ന്, മാണിയുമായി ബന്ധിപ്പിച്ച് നമുക്ക് മറ്റൊരു ചിത്രം കൂടി. മലയാള മനോരമ ഈ വാർത്ത സചിത്രമായി 1-ാം പുറത്ത് തരുമ്പോൾ മനോരമ തരുന്ന ചിത്രവും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ഡെക്കാൻ ക്രോണിക്കിൾ കൗശലക്കാരനായി ചിരിച്ചിരിക്കുന്ന മാണിയെ കാണിക്കുമ്പോൾ മാന്യനായി ചിരിക്കുന്ന മാണിയെയാണ് മലയാള മനോരമയ്ക്ക് ഇഷ്ടം. ധനമന്ത്രിമാരുടെ ഉന്നതാധികാര സമിതി KM മാണി അധ്യക്ഷൻ എന്ന ശീർഷകത്തിൽ 1-ാം പേജിൽ മലയാള മനോരമ ആ ചിത്രം തരുമ്പോൾ എത്ര മനോഹരമായ ചിത്രമാണ്. നിങ്ങൾ കാണുന്ന ഈ ചിത്രമാണ് മാണിക്ക് ചാർത്തി കൊടുത്തിരിക്കുന്നത് മനോരമയും ഡെക്കാൻ ക്രോണിക്കിളും തമ്മിലുള്ള രാഷ്ട്രീയ വൈജാത്യം ഏതായാലും ഈ ചിത്രം ഇട്ടിരിക്കുന്നതിനകത്ത് നമുക്ക് നന്നായി കാണാം. മറ്റൊരു വാർത്ത ഇന്ന് മാണിയുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി പൊതുവാർത്താ പേജിൽ തരുന്നു. മാണി നിയമമന്ത്രിയാണ്, ധനമന്ത്രിയുമാണ്. ധനമന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഏതായാലും ബാർ കോഴ കേസിൽ പ്രതിയായി എത്തുന്നത്. എന്നാൽ നിയമമന്ത്രി എന്ന നിലയ്ക്ക് മാണിയോട് നിയമോപദേശം തേടി ഇരിക്കുന്നു കേരള സർക്കാർ. ബാർ ലൈസൻസ് കേസിൽ ഒരു ഇരട്ട ജീവിതമാണ് മാണി നയിക്കുന്നത്. 2 മന്ത്രിസ്ഥാനം വെച്ചുകൊണ്ട്. റഷീദ് ആനപ്പുറം കൗതുകകരമായ വാർത്ത തരുന്നത് കാണുക. സംസ്ഥാനത്തെ തുറന്നു പ്രവർത്തിക്കുന്ന ബാറുകളുടെ ലൈസൻസ് പുതുക്കുന്നതിൽ എക്സൈസ് വകുപ്പ് നിയമോപദേശം തേടിയത് ബാർ കോഴ കേസിലെ പ്രതി KM മാണിയുടെ കീഴിലുള്ള നിയമവകുപ്പിനോട്. ഹൈക്കോടതി വിധിയെ തുടർന്ന് പ്രവർത്തിക്കുന്ന ബാറുകളുടെ ലൈസൻസ് കാലാവധി മാർച്ച് 31-ന് തീരുന്നതിലാണ് നിയമവകുപ്പിനോട് അഭിപ്രായം തേടിയത്. മാർച്ച് അവസാനമായിട്ടും മദ്യനയത്തിൽ സർക്കാർ വ്യക്തമായ നയം സ്വീകരിച്ചില്ല. സമ്പൂർണ്ണ മദ്യ നിരോധനം തങ്ങളുടെ നയമല്ല എന്ന് ഹൈക്കോടതിയിൽ ബാർ ഉടമകളുടെ കേസിൽ
സർക്കാരിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വ്യക്തമാക്കിയതോടെ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് സർക്കാർ തകിടം മറിഞ്ഞു. ഏതായാലും ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത് മാണിയോട് തന്നെയാണ്. നിയമവകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇതേ മാണി തന്നെയാണ് ധനമന്ത്രി എന്ന നിലയ്ക്ക് കേസിലെ പ്രതിയായി നിൽക്കുന്നത് എന്ന കൗതുകകരമായ അവസ്ഥയാണ് ഇന്ന് നമ്മോട് ദേശാഭിമാനി പറയുന്നത്. ദേശാഭിമാനിയുടെ ഒന്നാം പുറത്ത് ഇന്ന് ഒരു MP-യെ സംബന്ധിച്ച വാർത്തയുണ്ട്. രാഹുൽ ഗാന്ധി, അമേഠിയിൽ നിന്ന് ജയിച്ച രാഹുൽ ഗാന്ധിയാണ് ആ MP. കണ്ടവരുണ്ടോ ഈ MP-യെ? ആ വാർത്ത, ഈ MP-യെ ചിത്രമടക്കം BJP പുറത്തുവിട്ട ഒരു പോസ്റ്ററിനെ സംബന്ധിച്ച വാർത്ത ദേശാഭിമാനി തരുന്നത് കാണുക. MP-യെ കാണാനില്ല, അമേഠിയിൽ പോസ്റ്റർ. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അപ്രത്യക്ഷനായി 1 മാസം പിന്നിടുമ്പോൾ ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ MP-യെ കാണാനില്ലെന്നറിയിച്ചുള്ള പോസ്റ്ററുകൾ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേഠി മണ്ഡലത്തിലെ വോട്ടർമാർ എന്ന പേരിലാണ് പോസ്റ്റർ. അമേഠിക്ക് പുറമേ യുപിയിലെ തന്നെ ബുലന്ദ്ഷഹർ, അലഹബാദ് ജില്ലകളിലും പോസ്റ്ററുകൾ പ്രചരിക്കുന്നു. 2 ആഴ്ചത്തേക്ക് അവധി ആവശ്യപ്പെട്ട് രഹസ്യ കേന്ദ്രത്തിലേക്ക് പോയ രാഹുൽ നിലവിൽ എവിടെയാണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല. അദ്ദേഹം ബർമയിലാണോ, മ്യാൻമറിലാണോ, അഥവാ യൂറോപ്പിലാണോ, ഇതൊന്നും അറിയാതിരിക്കുമ്പോൾ എവിടെ ഈ MP എന്ന നിലയ്ക്ക് പോസ്റ്റർ വന്നിരിക്കുന്നു. സാന്നിധ്യം കൊണ്ടല്ല, മറിച്ച് ദുരൂഹമായ അസാന്നിധ്യം കൊണ്ടാണ് ഈ MP ശ്രദ്ധേയനാകുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. നിയമന കുംഭകോണവുമായി ബന്ധിപ്പിച്ച് മധ്യപ്രദേശ് ഗവർണറുടെ മകൻ പ്രതിയായി തീർന്ന ആ മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന കള്ളക്കച്ചവടം വെളിവാക്കുന്ന ഈ വാർത്ത മലയാള മനോരമ 1-ാം പേജിൽ സചിത്രമായി നമുക്ക് തരുന്നു. നിയമന കുംഭകോണം, മധ്യപ്രദേശ് ഗവർണറുടെ മകൻ മരിച്ച നിലയിൽ. ഗവർണർ രാം നരേഷ് യാദവും മകൻ ശൈലേഷും കേസിലെ പ്രതികളാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ലക്നൌവിൽ നിന്ന് നമുക്ക് മനോരമ എത്തിച്ചു തരുന്നത് ഇങ്ങനെയാണ്. മധ്യപ്രദേശ് ഗവർണർ രാം നരേഷ് യാദവിൻ്റെ മകനും മധ്യപ്രദേശിലെ നിയമന കുംഭകോണ കേസിലെ പ്രതിയുമായ ശൈലേഷ് യാദവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാൾ അവന്യൂവിൽ രാം നരേഷ് യാദവിൻ്റെ വീട്ടിലാണ് മൃതദേഹം കാണപ്പെട്ടത്. മരണകാരണം അറിവായിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. മസ്തിഷ്ക രക്തസ്രാവമോ ഹൃദയാഘാതമോ ആകാമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ ഇത് വ്യക്തമാകൂ എന്നും പോലീസ് പറയുന്നു എന്നാണ് മനോരമ 1-ാം പേജിലെ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. 1-ാം പേജിൽ മനോരമ മറ്റൊരു വാർത്ത തരുന്നു, ഒരു നല്ല വാർത്ത. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു. കേരള സർക്കാർ ആ കോളേജ് ഏറ്റെടുക്കാൻ പോകുന്നു. ESI നടത്തും എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജാണ് ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ആ വാർത്ത മലയാളം മനോരമ നമുക്ക് തരുമ്പോൾ ഒരു പുതിയ മെഡിക്കൽ കോളേജ്, സർക്കാർ അധീനതയിലുള്ള മെഡിക്കൽ കോളേജ് വരുന്നു. പാരിപ്പള്ളിയിലെ ഏകദേശം പണി തീർന്ന മെഡിക്കൽ കോളേജ് കേരള സർക്കാർ ഏറ്റെടുക്കും എന്ന നിലയ്ക്ക് ഔദ്യോഗിക തീരുമാനം വന്നിരിക്കുന്നു. മലയാള മനോരമ അത് 1-ാം പേജിൽ പ്രാധാന്യത്തോടെ തരുന്നു. കാണുക, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ ഔദ്യോഗിക തീരുമാനം. തുടർ നടപടികൾ ESIയുടെ നിബന്ധനകൾ പരിശോധിച്ച ശേഷം. പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമായി എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. നേരത്തെ ഇത് സംബന്ധിച്ച് മന്ത്രിസഭ തത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു. മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാൻ ESI കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നിർദ്ദേശം വെച്ചിരുന്നു. ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഏറ്റെടുക്കുന്നത്. തുടർ നടപടികൾ ESIയുടെ നിബന്ധനകൾ പരിശോധിച്ചതിന് ശേഷമാണ് നടക്കാൻ പോകുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഏതൊക്കെ തരത്തിലുള്ള ധ്രുവീകരണങ്ങളാണ് സംഭവിക്കുന്നത്? ഏകദേശം കേരള കോൺഗ്രസിനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു വൈക്കാക്കി കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസ് PC ജോർജ് ഒരു വശത്തും KM മാണി മറുവശത്തു നിന്ന് വടംവലി നടത്തുകയാണ്. ആര് ജയിക്കും ആര് തോക്കും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിലും കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടി വഴിമുട്ടി നിൽക്കുന്നു കേരളത്തിൽ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഈ സാഹചര്യത്തിൽ അങ്ങേയറ്റം അപ്രതിരോധ്യനായി ഉമ്മൻചാണ്ടി മാറി എന്നൊന്നും ആലോചിക്കേണ്ട. ഉമ്മൻചാണ്ടിക്കെതിരെ കോൺഗ്രസിൽ തന്നെ ഒരുങ്ങുന്നു. മാധ്യമം എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ചെന്നിത്തല ഹൈക്കമാൻഡിൽ നേതൃമാറ്റം വേണമെന്ന് ചെന്നിത്തല ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 1 വർഷവും 2 മാസവും മാത്രം ബാക്കി നിൽക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ അട്ടിമറി ശ്രമവുമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല
മുന്നോട്ടു പോകുന്നു എന്ന നിലയ്ക്കാണ് വാർത്ത വരുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ വിശാല ഐ ഗ്രൂപ്പ് കരുനീക്കം എന്നാണ് മാധ്യമം നിരീക്ഷിക്കുന്നത്. സുരേഷ് കുമാർ ആ വാർത്ത ഇങ്ങനെ തരുന്നു. കേരളത്തിലെ ഭരണതലത്തിൽ നേതൃമാറ്റം വേണമെന്ന് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിൽ ആവശ്യം ഉന്നയിച്ചു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, സോണിയയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നിവരെ കണ്ടതിന് പുറമെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള നേതാക്കളെ അദ്ദേഹം പിന്തുണയ്ക്ക് ആയി സമീപിച്ചു എന്ന് പറയുമ്പോൾ AK ആൻ്റണി, വയലാർ രവി തുടങ്ങിയ ആൾക്കാരെയൊക്കെ തന്നെയാണ് അദ്ദേഹം സമീപിച്ചത് എന്നാണ് പറയാതെ മാധ്യമം പറയുന്നത് എന്ന നിലയ്ക്ക് വാർത്തകൾ വരുമ്പോൾ ഉമ്മൻചാണ്ടി കൂടുതൽ ഒറ്റപ്പെടുന്നു കോൺഗ്രസിൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് ഒരു ലോട്ടറി അടിച്ചു. ആ ലോട്ടറിയുടെ തുക 1.10 ലക്ഷം കോടി എന്നാണ് മാതൃഭൂമി പറയുന്നത്. വലിയ തുകയാണ് ലോട്ടറി അടിച്ചത്. ലോട്ടറി അടിച്ചതല്ല, ലേലം ചെയ്തപ്പോൾ 3G 4G ഈ നിലയ്ക്ക് ലേലം ചെയ്തപ്പോൾ മുമ്പ് കിട്ടാത്ത പുതിയ പണം കിട്ടിയതിനെ സംബന്ധിച്ചാണ്, സ്പെക്ട്രം ലേലം പൂർത്തിയായതിനെ സംബന്ധിച്ച മാതൃഭൂമി വാർത്തയാണ്. വാണിജ്യം പുറത്ത് ലോട്ടറി അടിച്ചു എന്ന നിലയ്ക്ക് മാതൃഭൂമി നമുക്ക് തരുന്നത്. സർക്കാരിന് ലോട്ടറി അടിച്ചു, കിട്ടിയത് 1.10 ലക്ഷം കോടി. ടെലികോം സ്പെക്ട്രം ലേലത്തിൽ സർക്കാരിന് ലോട്ടറി 19 ദിവസം നീണ്ട ലേലത്തിൽ സർക്കാരിന് ലഭിച്ചത് 1.10 ലക്ഷം കോടി രൂപ. 80,000 കോടി രൂപ ലക്ഷ്യമിട്ട സ്ഥാനത്താണ് ഇത്ര കൂടുതൽ ലഭിച്ചത്. സ്പെക്ട്രം ലേലം ബുധനാഴ്ച പൂർത്തിയായതായി സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. 1,09,874 കോടി രൂപയുടെ ബിഡുകളാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്. മുമ്പ് നമുക്കൊരു ഓർമ്മയുണ്ട്, 2G സ്പെക്ട്രവുമായി ബന്ധിപ്പിച്ച് 1,70,000 കോടി രൂപയുടെ അഴിമതി നടന്ന കഥയുടെ സ്ഥാനത്താണ് ഇപ്പോൾ 1.10 ലക്ഷം കോടി രൂപ ലാഭമായി കിട്ടിയിരിക്കുന്നത് സർക്കാരിന് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. 4 സർക്കാർ മെഡിക്കൽ സ്റ്റോർ, ഒരേ മരുന്നിന് 4 വിലകൾ. 4 മെഡിക്കൽ സ്റ്റോറും ഒരേ കോമ്പൗണ്ടിൽ. കാണുക ഈ വാർത്ത കേരള കൗമുദി എക്സ്ക്ലൂസീവായി, കൗമുദി സ്പെഷ്യലായി ഇന്ന് 1-ാം പേജിൽ തരുന്നു. എന്തത്ഭുതം, 4 സർക്കാർ മെഡിക്കൽ സ്റ്റോറുകളിൽ ഒരേ മരുന്നിന് 4 വില എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ കേരള കൗമുദി നമ്മോട് പറയുന്നത്. ആർ കിരൺ ബാബുവാണ് ഈ വില വ്യത്യാസത്തിൻ്റെ വാർത്ത നമുക്ക് തരുന്നത്. മെഡിക്കൽ കോളേജ് വളപ്പിലെ കാരുണ്യ മെഡിക്കൽ കോളേജ് പേയിങ് കൗണ്ടർ, SAT ഡ്രഗ് ബാങ്ക്, പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ HLL ലൈഫ് കെയർ എന്നീ സർക്കാർ മരുന്ന് കടകളിൽ ഒരേ മരുന്നിൻ്റെ പല വിലകൾ. ഒരേ കോമ്പൗണ്ടിലുള്ള കടകളാണിത്. പല മരുന്നുകൾക്കും കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ മരുന്ന് കടകളിനേക്കാൾ കാരുണ്യയിൽ വില കൂടുതലാണ്. മരുന്നുകളുടെ വില ഏകീകരിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി മരുന്നുകൾ വാങ്ങണമെന്ന് 2012 ഓഗസ്റ്റ് 4 ഉത്തരവിട്ടെങ്കിലും നടപ്പായിട്ടില്ല. പല വിലയാണെങ്കിലും വിപണി വിലയേക്കാൾ കുറവാണ് എന്ന ആശ്വാസമുണ്ട്. കൊളസ്ട്രോളിനുള്ള അവാസ് 10 mg ഗുളിക ഒന്നിന് കാരുണ്യയിൽ 4.975 രൂപയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പേയിങ് കൗണ്ടറിൽ 5.20 രൂപയും 5.25 രൂപയുമാണ്. ഇതേ വളപ്പിലുള്ള HLL ലൈഫ് കെയറിൽ 5 രൂപ 50 പൈസയാണ് ഇതിൻ്റെ വില. എന്നാൽ SAT ഡ്രഗ് ബാങ്കിൽ ഇതിന് 2 രൂപയേ ഉള്ളൂ. 2 നേരം കഴിക്കേണ്ട ഈ ഗുളിക ഒരു മാസത്തേക്ക് കാരുണ്യയിൽ നിന്ന് വാങ്ങുന്നയാളിന് 298 രൂപ നൽകണം. SATയിൽ നിന്ന് ഇത് 120 രൂപയ്ക്ക് വാങ്ങാം. ഒരു വർഷത്തെ ലാഭം 2,136 രൂപയായിരിക്കും. 4 സ്റ്റോറുകൾ, 4ഇടത്തും 4 വിലകൾ. 4ഉം സർക്കാർ സ്റ്റോറുകൾ എന്നാണ് വിലയിലെ കളികളുടെ വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ തരുമ്പോൾ കേരള കൗമുദി നമ്മോട് പറയുന്ന വിചിത്രമായ ഒരു വസ്തുത ഇതാണ്. ഇന്ന് കേരള കൗമുദിയുടെ 1-ാം പുറത്ത് വിശാല ഇടത് ഐക്യാഹ്വാനത്തോടെ CPI പാർട്ടി കോൺഗ്രസ്സിന് തുടക്കമായി എന്ന വാർത്ത നമുക്ക് തരുന്നു. BJPക്ക് ബദലാകാൻ ഇടത് പാർട്ടികൾക്ക് മാത്രമേ കഴിയൂ. ഇടതൈക്യത്തിനുള്ള ആഹ്വാനത്തോടെ CPIയുടെ 22-ാം പാർട്ടി കോൺഗ്രസ്സിന് ആവേശോജ്വലമായ തുടക്കം പുതുശ്ശേരിയിൽ സംഭവിച്ച കാര്യമാണ് കേരള കൗമുദി ഇന്ന് 1-ാം പേജിൽ നമ്മോട് പറയുന്ന വാർത്തയുടെ ഉള്ളടക്കം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ബീഹാറിൽ മെട്രിക്കുലേഷൻ പരീക്ഷയുമായി ബന്ധിപ്പിച്ച് കോപ്പിയടി പരസ്യമായി നടക്കുകയുണ്ടായി. ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിനകത്ത് ജനാലകളിലൂടെ കോപ്പിയടിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന
പരസ്യമായി കോപ്പി അടിക്കുന്നതിൻ്റെ പേരിൽ കേസും വന്നു. കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കുന്ന മക്കളെ പ്രേരിപ്പിക്കുന്ന അച്ഛനമ്മമാരുടെ ചിത്രം ഈ പങ്ക്തിയിൽ തന്നെ കാണിക്കുകയുണ്ടായി. ഇന്ന് പരീക്ഷാ ഹാളിൻ്റെ ജനൽപ്പാളികളിൽ മുഴുവൻ കോപ്പിയടി പ്രോത്സാഹിപ്പിക്കുന്നവർ അണിനിരന്നെങ്കിൽ ഈ കാർട്ടൂൺ കാണുക. ഇത് പരീക്ഷാ ഹാളല്ല, മറിച്ച് നികുതി തീരുമാനിക്കുന്ന ഓഫീസാണ്. കള്ളപ്പണത്തിന് 10 വർഷം തടവ് തീരുമാനിക്കുന്ന നിയമം വരാനിരിക്കെ നികുതി ഓഫീസിലെ ചരടുവടികളുടെ ഈ കാർട്ടൂൺ കേശവ് ഹിന്ദുവിലൂടെ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. പഴയ വാർത്തയെ ഓർമ്മിപ്പിക്കുന്നു ഈ കാർട്ടൂൺ. ഇനി ഇന്നത്തെ ചിത്രം. മരങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. മഴ തീർന്നാലും പിന്നെയും മരങ്ങൾ കുറച്ച് സമയം കൂടി പെയ്തുകൊണ്ടേയിരിക്കും. ഇനി പൂക്കൾ കൊണ്ട് മഴ പെയ്യിക്കുന്ന മരങ്ങളെ കാണുന്നു. പൂക്കളായി മരങ്ങൾ മഴ പെയ്യിക്കുന്നു. അത് കാണണമെങ്കിൽ നാം ഈ ചിത്രം കാണണം. ഇത് കാണുക. ഇത് തിരുവനന്തപുരം മ്യൂസിയം വളപ്പാണ്. ഇവിടെ പൂത്തുലഞ്ഞ കണിക്കൊന്നയും ഡിഗോണിയയും മഴമരവും കാണാനെത്തിയ സുഗതകുമാരി പൂമഴയ്ക്ക് നടുവിലിരിക്കുന്ന ചിത്രം എസ് ശ്രീകേഷ് പകർത്തി മാതൃഭൂമി നഗരം പേജാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ പൂമഴ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ. ഗുഡ് ബൈ.